കണ്ടൻ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരേക്കാൾ ദൈവത്തെ ഭയപ്പെടുക. ഇന്ന് 2026 ജനുവരി 20 ചൊവ്വാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2626 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാട്ടെ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത അതേ വിഷയം, ഒരു പെണ്ണ്, തട്ടമിട്ട പെണ്ണ് ബസ്സിൽ കയറി കുറച്ച് ആണുങ്ങളുടെ ഇടയിലേക്ക് നീങ്ങി നിന്നു. ഒരു റീച്ച് കണ്ടൻ്റായിരുന്നു അവളുടെ ലക്ഷ്യം. അടുത്തുള്ള ഒരാൾ പോലും തടസ്സം നിന്നില്ല. ആരെങ്കിലും കണ്ടൻ്റ് ഉണ്ടാക്കി ജീവിച്ചോട്ടെ എന്ന് കരുതി. അയാൾ കുറ്റക്കാരനായിരുന്നു എങ്കിൽ ആ സ്ത്രീ വീഡിയോ ഓൺ ചെയ്ത് പരസ്യമായി രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾ അല്പമെങ്കിലും ഭയക്കാതിരിക്കുമോ? പ്രിയമുള്ളവരെ, എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനാണ്. ബീഹാറിൽ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് ബീഹാറിൽ ഇല്ലായിരുന്നു. ബീഹാറിലും ജാർഖണ്ഡിലുമായി 3 ചെറിയ സ്കൂളുകൾ നടത്തി വന്നിരുന്നു. അദ്ദേഹം ആ സമയത്ത് ബീഹാറിലും ജാർഖണ്ഡിലുമായി 3 ചെറിയ സ്കൂളുകൾ നടത്തി വന്നിരുന്നു. അനാഥരും നിരാലംബനുമായ 17 പെൺകുട്ടികളെയും 16 ആൺകുട്ടികളെയും അദ്ദേഹം സൗജന്യമായി തൻ്റെ സ്ഥാപനത്തിൽ താമസിപ്പിച്ചും ഭക്ഷണം കൊടുത്തും പഠിപ്പിച്ചിരുന്നു. ഞാൻ ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. 2 മാസം ആ കുട്ടികളോട് താമസിച്ച് അവർക്കുള്ള മോറൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുമുണ്ട്. ഇതുകൂടാതെ ആ ദേശത്തെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന കുട്ടികളെ നേർവഴിയിൽ എത്തിക്കാൻ ഇയാൾ തന്നാലാകുന്ന സഹായം ചെയ്യാറുമുണ്ട്. ഒരിക്കൽ അയാൾ കേരളത്തിലായിരുന്നപ്പോൾ ആ വീട്ടിലെ വീട്ടുജോലിക്കാരിയുടെ അനുജത്തി ജ്യേഷ്ഠത്തിയുമായി പിണങ്ങി ഇയാളുടെ കുറച്ച് പൈസയും എടുത്ത് നാടുവിട്ടു. യാത്രാമധ്യേ ആ കുട്ടിയെ പോലീസ് പിടിച്ചു. ഒരു സുവിശേഷകൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന കുട്ടിയാണ് എന്ന് മനസ്സിലായപ്പോൾ സുവിശേഷത്തെ വൈരാഗ്യത്തോടെ കാണുന്ന വർഗീയ വിഷം തുപ്പുന്ന ചില പോലീസുകാർ കൈക്കൂലി പ്രതീക്ഷിച്ച് ഈ കുട്ടിയെ ലോക്കപ്പിലിട്ടു. എന്നിട്ട് വിവരം ഇദ്ദേഹത്തെ അറിയിച്ചു. കേരളത്തിലായിരുന്നു ഇദ്ദേഹം തൻ്റെ സ്റ്റാഫുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. കൈക്കൂലി കുതിയന്മാരായ പോലീസുകാർ ഇദ്ദേഹം വരാതെ കുട്ടിയെ വിട്ടുതരില്ല എന്ന് വാശി പിടിച്ചു. കേരളത്തിൽ നിന്നും ഇദ്ദേഹം ബീഹാറിലെത്തി. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ഈ സുവിശേഷകൻ ഒരു പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടെന്നും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ അവിടുത്തെ ചില മലയാളികളുടെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നും മനസ്സിലാക്കി. കനത്ത തുക കൈക്കൂലി വാങ്ങാം എന്ന് കരുതി ഇദ്ദേഹത്തെ പോക്സോ കേസ് ചുമത്തി ജയിലിലിട്ടു. കണ്ണൂരിൽ മരിച്ച ദീപക് തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടി വീഡിയോ പിടിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കാൻ കാരണം തന്നെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലേ? അതുകൊണ്ടല്ലേ ഈ കണ്ടൻ്റ് ഉണ്ടാക്കിയ പെണ്ണിനെ ജനം വെറുത്തത്? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ പോക്സോ കേസിന് ആസ്പദമായ കുറ്റം ചെയ്താൽ വക്കീലിൻ്റെയോ മറ്റെന്തെങ്കിലും നിയമസഹായം തേടാതെയോ പോലീസിൻ്റെ മുമ്പിൽ ചെല്ലുമോ? മണ്ടന്മാർക്കല്ലേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ? ആ സാധു ഉപദേശി ഈ വിഷയത്തിൽ നേരുള്ളവനായതിനാൽ നീണ്ട 30 വർഷത്തെ ബീഹാറിലെ സുവിശേഷ പ്രവർത്തന രംഗത്തും 7 വർഷത്തെ സ്കൂൾ നടത്തിപ്പ് കാലത്തും തത്തുല്യമായ കുറ്റമൊന്നും പേർ പറയുക പോലും ചെയ്യാതിരുന്നിട്ടും 38 ദിവസം ജയിലിൽ കിടന്നു. സുവിശേഷത്തിലും യേശുക്രിസ്തുവിലുമുള്ള വിശ്വാസവും അറിവുമാണ് അദ്ദേഹം ഇന്നും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്. വിവരമറിഞ്ഞ സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ ആരും ഇദ്ദേഹത്തെ കുറ്റക്കാരൻ ആക്കിയില്ല എന്നതും ഇദ്ദേഹത്തിന് ആത്മധൈര്യം നൽകി. വോയിസ് ഓഫ് സദ്ഗമിയുടെ വായനക്കാരോട് ഞാൻ വളരെ വിനയത്തോടും ഒപ്പം ഭയത്തോടും പറയട്ടെ, ഈ ലോകം പിശാചിൻ്റെ കയ്യിലാണ്. നല്ലത് ചെയ്യാൻ സമ്മതിക്കാത്തവരുടെ കയ്യിലാണ്. പാപികളുടെ കയ്യിലാണ്. കൈക്കൂലിക്കാരുടെയും അഴിമതിക്കാരുടെയും കയ്യിലാണ്. വർഗീയവാദികളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് നിരപരാധികളായ സുവിശേഷ പ്രവർത്തകർ, പാസ്റ്റർമാർ, സുവിശേഷകന്മാർ ഇന്നും കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്, നിർബന്ധ മതപരിവർത്തനം ആരോപിക്കപ്പെടുന്നത്, പണിയെടുക്കാതെ കണ്ടൻ്റ് ഉണ്ടാക്കി ജീവിക്കാൻ നടക്കുന്നത് ഈ കൂട്ടർ. സന്ദർഭോചിതമായി ഞാനിവിടെ ബൈബിളിലെ കൊരിന്ത്യർക്ക് എഴുതി കിട്ടിയ 1 ലേഖനം 5-ലെ 4 വാക്യങ്ങൾ കുറിക്കട്ടെ. വാക്യം 1: നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നുപോൽ അത് ജാതികളിൽ പോലുമില്ലാത്ത ദുർനടപ്പ് തന്നെ. ഏത് നിലയിൽ നോക്കിയാലും ഇത് ശരിയല്ലേ? ക്രിസ്തീയ സഭക്കാരുടെ ഇടയിൽ പോലും ദുർനടപ്പുള്ളവർ ഉണ്ട് എന്ന് ബൈബിളിന് സമ്മതിക്കാൻ ഒരു മടിയുമില്ല. കൂട്ടുസഹോദരന്മാർ നിരപരാധികളായി ജയിലിൽ കിടക്കുമ്പോഴും അയാളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചവർ
ഒരുമിച്ച് നിൽക്കുന്ന സഭാവിശ്വാസികളിൽ പോലും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വാക്യമല്ലേ ഫിലിപ്പി ലേഖനം 1:17 കാണുന്നത്? മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് പോലും ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് ശാഠ്യത്താൽ പ്രവർത്തിച്ചവരുടെ ഈ ലോകം ഇന്നത്തെ സുവിശേഷന്മാരെയും കള്ളക്കേസിൽ അകത്താക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞാൻ ഈ എഴുതുന്ന ലേഖനം വഴി സമൂഹത്തിലൊരു മാറ്റമുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ദോഷം ഉണ്ടായിക്കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വരികളെ ദോഷികളുടെ കയ്യിൽ കൊടുക്കും എന്നതിനും തർക്കമില്ല. വൃത്തികേട് ചെയ്യുന്നവരെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനം 1:5 5:2 എഴുതിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് സഭയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറ്റം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇന്നിൻ്റെ ശാപം എന്ന് ഈ കൂട്ടർ അറിയുന്നില്ല. കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നവർ ആരായാലും അവരൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ദുർനടപ്പുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ എടുക്കുന്ന കണ്ടന്റ്, ഞാൻ ഷെയർ ചെയ്യുന്ന വിഷയം എനിക്ക് റീച്ച് ഉണ്ടാക്കി തരും. പക്ഷേ അത് മറ്റുള്ളവൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമാകുമോ എന്ന് ചിന്തിക്കണം. കണ്ടന്റ് ഷെയർ ചെയ്യുന്നവർ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 5:9-10 വാക്യങ്ങളിൽ ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും എന്ന് പറയുന്നത് കണ്ണൂരിലെ ദീപകിൻ്റെ വിഷയത്തോട് അത്ര യോജിക്കില്ല. എങ്കിലും പറയട്ടെ, കണ്ടന്റ് ഉണ്ടാക്കുന്ന ദുർനടപ്പുകാരുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം വിട്ടുപോകാൻ നമുക്ക് പറ്റില്ല. ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചേ മതിയാകൂ. ബസ്സിൽ കയറിയേ മതിയാകൂ. കൂട്ടായ സ്ഥലങ്ങളിൽ പോയേ മതിയാകൂ. കൂട്ടായ്മകളിൽ പോയേ മതിയാകൂ. കണ്ടന്റ് തേടി നടക്കുന്നവർ ഉണ്ടെന്ന ബോധ്യത്തേക്കാൾ ദൈവം കാണുന്നു എന്ന ബോധ്യമുള്ളവരായി ജീവിക്കാം എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.